ജോൺ ഇബ്രാഹിമിന്റെ ആരുമല്ല. എന്ത് ജോൺ? അല്ല, നമ്മളൊക്കെ ഇത്ര നാളായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ടെന്ന്? വെറൈറ്റി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോ ഞാൻ വളർത്തിയാലും അങ്ങനെ തന്നെ ഇരിക്കും. ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്നെ കണ്ടിട്ടില്ലല്ലോ. 2 പ്രാവ് ഒന്ന് മുട്ടയിട്ട് എന്റെ തലയില് ആ ലെവലിൽ കൂടണ്ടായിരുന്നു എനിക്ക്. എന്തുകൊണ്ട് പറഞ്ഞില്ല കുട്ടി എന്റെ ഹെയർ സ്റ്റൈൽ നല്ലതാണെന്ന്? എല്ലാവരും ഒരുപോലെ കാണും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ നല്ല ഭംഗിയുണ്ട്, ഇയാളുടെ മുടി നല്ല പറയരുത്. കറക്റ്റ്, അത്രേ ഉള്ളൂ. ആ ദുഃഖം, എന്റെ മുടി പോയി, അത് വേറെ കാര്യം. എന്നാലും പറയാം. വെൽക്കം ജോൺ. താങ്ക് യു. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി തന്നെ ട്രൈ ചെയ്തു. അത് ശരി, അടിപൊളി അടിപൊളി. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടെ ഇത് ട്രൈ ചെയ്യുന്നവർ മൊത്തത്തിൽ വളരെ കുറവാണ്. ഇപ്പൊ സാധാരണഗതിയിൽ വിഷു സമയമാണ്. ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മധ്യവേനൽ അവധി കാലമാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് അവധിക്കൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? മെയിനായിട്ട് എന്തായിരുന്നു പരിപാടി? മെയിനായിട്ട് ക്രിക്കറ്റ് കളി. ഇന്നസെൻസ് സാർ കുട്ടിക്കാലത്ത് എന്ത് കളിയാണ് കളിച്ചിരുന്നത്? ഞാൻ കളിച്ച കളികളൊക്കെ ഒന്നും ഇവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മര്യാദക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ ജാതിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം എനിക്ക് മകനുണ്ട്, മകന്റെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, ഞാൻ നല്ല വയസ്സായിട്ടുള്ള ആളാണ്, മനസ്സിലായോ? എന്നിട്ട് ഈ വക അക്രമങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെയാന്ന്? അന്ന് കാലത്ത് ഞാൻ എപ്പോഴും നല്ല പ്രായം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ലൊരു പക്വതയായി, നല്ല പ്രായമുണ്ട് എനിക്ക്. അപ്പം ഞാനിങ്ങനെ ടീച്ചേഴ്സ്, ലേഡി ടീച്ചേഴ്സ് ഞങ്ങളുടെ വരാന്തയിൽ കൂടെയാണ് ടോയ്ലറ്റിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ടീച്ചറുണ്ട്, തുന്നൽ ടീച്ചർ, അങ്ങനെ ഇവരിങ്ങനെ പോകണു. അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡി ടീച്ചർ, സയൻസിൻ്റെ, അവരിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ നിന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കും. കാരണം അവരെന്തെങ്കിലും പറയും, എന്നെ എന്തെങ്കിലും ഇരുന്ന് പഠിച്ചുവിടറോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരണ കണ്ടപ്പോൾ ഒരു വർത്താനം പറഞ്ഞ 5-6 പേരുണ്ട്. വർത്താനം പറഞ്ഞ അവിടുന്ന് ഇങ്ങനെ വരണ കണ്ടപ്പോൾ ഇവിടുന്ന് പുതിയതായിട്ട് വന്നൊരു മാഷുണ്ട്. അയാൾ ഇത്തിരി കുഴപ്പമാണ്. എനിക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ. കുഴപ്പക്കാരെ കണ്ടാലറിയാം അവരുടെ രോഗം എനിക്കുണ്ട്. അങ്ങനെ ഈ മാഷ് ഇവരുടെ ഈ ഗ്രൂപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ചാരി നിൽക്കുക. ആ ചുമരിലല്ല, ക്ലാസ്സിൻ്റെ ചുമരിൽ. എന്തിനാ വെച്ചാൽ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചാരി ജനലിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ സരസ്വതി ടീച്ചർക്കൊരു ക്ഷീണം, ഈ കൂട്ടത്തിലെ ഒരു ടീച്ചറെ. അപ്പോൾ അതിൽ വേറൊരു ടീച്ചർ പറഞ്ഞു, അറിഞ്ഞില്ലേ സരസ്വതി ടീച്ചറുടെ ഹസ്ബൻഡ് മിനിഞ്ഞാന്നല്ലേ വന്നേ ദുബായിന്ന്, മനസ്സിലായില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ആ ചോദ്യവും നന്നായി, ഉത്തരവും നന്നായി, എനിക്കൊരു സുഖം കിട്ടി, മനസ്സിലായില്ലേ? ഞാനപ്പോ ചുമരിൻ്റെ അവിടേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ നിന്നു. ഈശ്വര ദൈവമേ, നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖം തരുന്നുണ്ട് കേട്ടോ. ടീച്ചറുടെ മുഖം, ടീച്ചർ ഒന്ന് നാണിച്ച് പോയി. അത് ഞാൻ ക്ലാസ് ലീഡറാണ്. അത് കഴിഞ്ഞ് അപ്പം തന്നെ എൻ്റെ കയ്യിൽ എന്നോട്, ഞാൻ പോയിട്ട് വേണേൽ ചോക്ക് എടുക്കാനൊക്കെ ഓഫീസ് റൂമിലേക്ക് ചോക്ക് എടുത്തിട്ട് ഞാൻ ചോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് റൂമിലേക്ക് ഇങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഈ ടീച്ചർ സരസ്വതി ടീച്ചർ വേറൊരു ക്ലാസ്സിലേക്ക് പുസ്തകവും ഇതായിട്ട് ഇങ്ങനെ പോവുക. അവൾക്ക് ഞാൻ അവരുടെ ഒപ്പം ഓടിയെത്തിയിട്ട് ഞാൻ പറഞ്ഞു, വലിയ ക്ഷീണമൊന്നും ഇല്ല കേട്ടോ. ആ വഴിക്ക് ആ ടീച്ചർ അവിടെ ചെക്ക അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ സുഖങ്ങൾ അനുഭവിച്ച് വന്ന ആളാ ഞാൻ എന്നറിയോ? അത് മനസ്സിലാക്കുക. എനിക്ക് പിന്നെ ഒരു സുഖവും വേണ്ട, ഒന്നും വേണ്ട. സുഖം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇപ്പം നിങ്ങൾക്കൊരു സുഖം കിട്ടിയില്ലേ? ഇത് കേട്ടപ്പോൾ അത്രയേ ഉള്ളൂ. ഈ സമയത്ത് ഞങ്ങളുടെ 8 പഠിക്കുമ്പോഴേ എൻ്റെ കൂട്ടത്തിലേ ഒരുത്തനുണ്ടായിരുന്നു. തോറ്റ് 8 പഠിക്കുമ്പോഴേ പുള്ളിക്ക് നല്ല മീശയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ടീച്ചറുണ്ട്, മിനി ടീച്ചർ എന്ന് പറഞ്ഞത്. മിനി ടീച്ചർ ചെറുപ്പക്കാരിയാണ്. ഏതാണ്ട് മിനി ടീച്ചറിനും ഈ 8 പഠിക്കുന്ന വർഗീസിനും ഒരേ പ്രായമായിട്ടുണ്ട്. ആ സമയത്തൊക്കെ വർഗീസൊക്കെ ഭയങ്കര ഒരു വലിയ മനുഷ്യനായി. വേണേ വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായം വരെ എത്തിയപ്പം ഡസ് ദ റോഡ് വൈൻഡ് അപ്പ് ഹിൽ ഓൾ ദ വേ എസ് ടു ദ വെരി എൻഡ് എന്നൊക്കെ പറഞ്ഞൊരു ഇംഗ്ലീഷ് കവിത ഇവനോട് പാടാൻ പറഞ്ഞിട്ട് ഇവൻ ഒരു ഡെസ് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പുള്ളി മുന്നോട്ട് പോകുന്നില്ല. അപ്പം മിനി ടീച്ചർ വന്നിട്ട് ഇവൻ്റെ ഈ കഷ്ടത്തിൻ്റെ ഇവിടെ അകത്ത് കൈയിട്ടിട്ട് കിള്ളുന്നൊരു പരിപാടിയുണ്ട്. ഇവങ്ങനെ നിൽക്കും. ഇപ്പം നമ്മളിങ്ങനെ കൈ മുറുക്കി പിടിക്കുമല്ലോ കിള്ളുമ്പോൾ. മിനി ടീച്ചർ ഇങ്ങനെ ഇവൻ്റെ കൈയിട്ടിട്ട് കൈയിട്ടിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഇവൻ്റെ എക്സ്പ്രഷൻ നോക്കിയപ്പോഴേ ഇവനെ ഭയങ്കര സുഖം. മറ്റേ ശിശിരകാല മേഘമിതിനേൽ അരവിന്ദ് സ്വാമി ഇടുന്ന എക്സ്പ്രഷൻ ഇട്ടുണ്ട്. ടീച്ചർ പെട്ടെന്ന് കൈ എടുത്തിട്ട് വേണമെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോകും.
ഓക്കെ, അപ്പൊ ഇവരുടെ തമാശ കഥകളൊക്കെ കേട്ടു, ഇനി ജോയുടെ തമാശ കഥകളൊക്കെ കേൾക്കാം അല്ലേ? ഓക്കെ, ഓവർ ടു ദി പെർഫോമൻസ്. ഹലോ ഹായ്, എൻ്റെ പേര് ജോൺ. ഇന്നസെൻ്റ് ഏട്ടാ, ഞാനും തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ COVID-19 കൊറോണ വൈറസ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഒരു മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് അടിപൊളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കാര്യം. ചൈന ഇവിടെ പലരുടെയും ചങ്കിലായതുകൊണ്ടോണെന്നറിയില്ല, ഈ കോവിഡ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിലെ ആദ്യത്തേത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. നമ്മുടെ സ്വന്തം കേരളത്തിൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ തൃശ്ശൂരാണ്. സത്യത്തിൽ ഞങ്ങൾക്കിതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ഇൻ്റർനാഷണൽ അറ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ ഏറ്റവും അധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ക്രിസ്മസ് കരോൾ, അത്തപ്പൂക്കളം, തിരുവാതിരക്കളി, ശിങ്കാരിമേളം എല്ലാം നടത്തി. സംഭവം വേൾഡ് റെക്കോർഡൊക്കെ തന്നെയായിരുന്നു. എന്നാലും വാർത്ത വന്നത് 9ാമത്തെ പേജിലെ 7ാമത്തെ കുളത്തിലെ ഏറ്റവും അടിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാഞ്ചേട്ടൻ സിനിമയിൽ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ പോലെ, മോനെ പ്രാഞ്ചി, നിനക്ക് ഷെവലിയാർ വേണോ, 10ൻ്റെ കാശും കൊടുക്കേണ്ട, സാധനം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കോവിഡ് വന്നത്. സംഭവം കളറായി. ഇൻ്റർനാഷണൽ മീഡിയ ഇത് ഏറ്റെടുത്തു. ഇൻ്റർനാഷണൽ നാഷണൽ മീഡിയയിൽ നിറഞ്ഞു വന്നു. കളറായി, കളറ് ഡാർക്കായി, ഇന്ത്യ മൊത്തം ലോക്ക്ഡൗണായി. ഈ ലോക്ക്ഡൗൺ കാലം വന്നപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, ഒരു മനുഷ്യന്മാരെല്ലാവരും കൂടി ഒരു പണിയും ചെയ്യേണ്ട, നീ ഒരു സ്ഥലത്തിരുന്നു എന്ന് പറഞ്ഞ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവൻ കലാകാരനാവും. ഒന്നിൽ ക്രിയേറ്റീവാവും, പ്രൊഡക്റ്റീവാവും, ഒന്നും പറ്റിയില്ലെങ്കിൽ റീപ്രൊഡക്റ്റീവാവും. രണ്ടാമത്തെ കുട്ടി ഇപ്പം അടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഇരട്ട പറ്റത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്, ഞാൻ കറക്റ്റ് എത്ര നേരം നേരിച്ചട ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വിദഗ്ധർ വരെ പറയുന്നത് ഈ വരുന്നൊരു വർഷങ്ങളിൽ വലിയൊരു ബേബി ബൂം തന്നെ ഉണ്ടാവുന്നതാണ്. തൊഴിലില്ലായ്മയാണ് ഈ ജനപ്പെരുപ്പത്തിൻ്റെ കാരണം. നമ്മൾ പണ്ട് പറഞ്ഞപ്പോൾ ലോകം വിശ്വസിച്ചില്ല, ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും യൂട്യൂബിൽ നോക്കി ഒരു പുതിയ സ്കില്ല് പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് പണ്ട് എപ്പോഴോ നമ്മൾ പഠിച്ചു വെച്ചൊരു സ്കില്ല് മറന്നുപോയതൊന്ന് പുതുക്കിയെടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും അധികം പരീക്ഷണം നടന്നത് അടുക്കളകളിലാണ്. കട്ടൻ കാപ്പിയിൽ റസ്ക് മുക്കി കഴിച്ചേർന്ന എൻ്റെ കൂട്ടുകാരൻ വരെ കാലത്ത് ഡെൽഗോണോ കോഫി ഉണ്ടാക്കിയാണ് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് പാചകത്തിൽ ഒരു കൈ വയ്ക്കണമെന്ന് ഞാനും തീരുമാനിച്ചു. ഈ പാചകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പരിപാടിയാണ്. ഈ അമ്മമാർ പറയണ പോലെ വലിയ തലവേദനയൊന്നുമില്ല. ഇതറിയണമെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി. എല്ലാ പാചക വീഡിയോൻ്റെ ടൈറ്റിൽ തുടങ്ങുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ദം ബിരിയാണി, എളുപ്പത്തിൽ ചെയ്യാവുന്ന ചിക്കൻ 65, ബക്കറ്റ് ചിക്കൻ, എല്ലാത്തിനും ഫ്രണ്ടിലൊരു എളുപ്പത്തിലുണ്ടാവും. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എളുപ്പത്തിൽ ചെയ്യാവുന്ന കട്ടൻ ചായയുടെ വീഡിയോ വരെ 2.5 മണിക്കൂറാണ്. ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വീഡിയോ ഞാൻ തപ്പിക്കൊണ്ടേയിരുന്നു. എനിക്ക് ഏറ്റവും എളുപ്പത്തിലുള്ളത് വേണമായിരുന്നു. കുറേ നേരം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാധനം കിട്ടി. എല്ലാ സാധാരണ വീടുകളിലും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു കിഡിലൻ ഡിഷ്. എന്തായാലും നമുക്ക് വേണ്ട സാധനമാണിത്. വീഡിയോ ഞാൻ എടുത്തു. വീഡിയോ എടുത്ത് ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്, ബെല്ലടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ കാരണം വേറൊരാൾ നന്നാമത് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ എന്തോ ഞാൻ ആ പക പരിപാടികൾ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ഞാനവിടെ സ്കിപ്പ് ചെയ്തു. നമുക്ക് വേണ്ട ഭാഗത്തേക്ക് എത്തി. ഇൻഗ്രീഡിയൻസ് നോക്കി ആ ചേച്ചി വളരെ ലാഘവത്തോടു കൂടി പറയുന്നത്, സ്പ്രിംഗ് ഓണിയൻ, കസ്കസ്, റോസ്മേരി, ജലാറ്റിൻ. ഒന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് നോക്കി. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ വീണ്ടും അത് തന്നെയാണ്, റോസ്മേരി, സ്പ്രിംഗ് ഓണിയൻ, കസ്കസ്, ജലാറ്റിൻ. ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു, അമ്മേ നമ്മുടെ അവിടെ റോസ്മേരി, സ്പ്രിംഗ് ഓണിയൻ, കസ്കസ്, ജലാറ്റിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ സാധനം മോനെ, നമ്മുടെ അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള പോളേട്ടൻ്റെ കടയിലേക്ക് വിട്ടു. പോളേട്ടൻ്റെ അവിടെ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പോളേട്ടൻ്റെ അടുത്ത് വെച്ചു, പോളേട്ടാ ഇവിടെ ഈ റോസ്മേരി, സ്പ്രിംഗ് ഓണിയൻ, കസ്കസ്, ജലാറ്റിൻ ഉണ്ടോ എന്ന് വെച്ചു. ഈ പോളേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടയിൽ എന്തില്ലെങ്കിലും ഇല്ല എന്ന് പറയില്ല, സാധനം കഴിഞ്ഞു പോയി എന്നേ പറയുള്ളൂ. അപ്പോൾ ഇല്ലടാ, അത് കഴിഞ്ഞ ആഴ്ച തീർന്നു സാധനം. പിന്നെ അതിൽ ആ സ്പ്രിങ്ങിൻ്റെ സാധനമില്ലേ, അത് നമ്മളിപ്പോൾ വെക്കാറില്ല, അത് നീ അടുത്ത ഹാർഡ്വെയർ ഷോപ്പിലൊന്ന് ചോദിക്കായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ഒരു കടക്കാരനുണ്ട്, അയാൾക്ക് വിൽക്കാൻ താല്പര്യമില്ല. കട തുറന്നു വെച്ചേക്കുക. ഞാൻ ചെറുപ്പത്തിൽ ചെന്നിട്ട് 2 കിലോ പഞ്ചാര തന്നപ്പോൾ പുള്ളി ചോദിക്കുക, നിങ്ങളെ വീട്ടിൽ 4 പേരല്ലേ ഉള്ളൂ, എന്തിനാ 2 കിലോ, 1/2 കിലോ കൊണ്ടുപോയാൽ മതി, അങ്ങനെ പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത സാധനം ഇല്ല എന്ന് പറയാത്ത ഒരാളുണ്ട്, പകരം വേറെ സാധനം പറയും. അതിന് പകരം അതേ വിലയുടെ വേറൊരു സാധനം പറയും. ഒരു ദിവസം ഒരാൾ ചെന്നിട്ട് ഇയാളുടെ കടയിൽ ചെന്നിട്ട്, സിഗരറ്റ് ഉണ്ടല്ലോ ചേട്ടാ, വിൽസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പതുക്കെ വലിപ്പൊക്കെ വലിച്ചിങ്ങനെ മൊത്തം തുറന്നു നോക്കിയിട്ട്, വിൽസ് ഇല്ല, ഒരു മംഗളം തരട്ടെ. നമുക്ക് ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഇല്ല, എന്തെങ്കിലും ഇൻവോൾവ് ആവണം. അപ്പോൾ ഞാൻ പിന്നെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എനിക്ക് യൂട്യൂബാണല്ലോ, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പറഞ്ഞു മീൻ വളർത്തറാന്ന് നോക്കി. ഒരു പെറ്റിനെ വളർത്താൻ, മീൻ വളർത്താന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ഷമ വേണം, നല്ല സമയം വേണം, നല്ല എഫർട്ട് എടുക്കേണ്ട ഒരു പരിപാടിയാണ്. ഒരു 4 വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മാത്രമല്ല, നമ്മൾ പണ്ട് ഈ കോർപ്പറേഷൻകാർ കൊതുകിനെ പിടിക്കാൻ വേണ്ടി കാനയിലിട്ടായിരുന്നു ഗപ്പിയുടെ ഇന്നത്തെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും. നമ്മൾ മാത്രമല്ല, ഗപ്പി തന്നെ ഞെട്ടും. അപ്പോൾ എന്തായാലും നാളുകൾ കുറച്ച് കടന്നു പോയപ്പോൾ ഒരു പുതിയ സ്കില്ല് പഠിക്കാനുള്ളൊരു ക്ഷമയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി പഴയത് ഏതെങ്കിലും പൊടി തട്ടിയെടുക്കുക, അതാണ് ഇനിയുള്ളൊരു ഓപ്ഷൻ.
എന്താണ് എനിക്ക് പഴയതായിട്ടൊരു സ്കില്ലുള്ളതെന്ന് കുറേ ഞാൻ ആലോചിച്ചപ്പോൾ പടം വര. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ നല്ല പോലെ പടം വരച്ചില്ലെങ്കിലും എല്ലാ പടം വര മത്സരത്തിനും പങ്കെടുത്തായിരുന്നു. അപ്പോൾ ഇത്തവണ ഇത്തിരി ഒന്ന് പഠിച്ചേക്കാന്ന് വിചാരിച്ച് ട്യൂട്ടോറിയലൊക്കെ ഒരു 2-3 വീഡിയോ എടുത്ത് നോക്കി. ഈ യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് കലാകാരന്മാരെക്കാളും എന്തുകൊണ്ടും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇവന്മാർക്ക് ഒരു പടം വരയ്ക്കണമെങ്കിൽ ഒരു 150 പെൻസിൽ വേണം. 6B 5B 4B 3B എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഒറ്റ നടരാജ് പെൻസിൽ വേണം. പിന്നെ എന്തോ വരയ്ക്കണം എന്നുള്ളതായിരുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പാണ് കൂടുതൽ വരച്ചിരുന്നത്. കുന്ന്, പുഴ, മല, തെങ്ങ് ഈ സാധനങ്ങൾ തന്നെ വരച്ചിരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു പോർട്രേറ്റ് ഒക്കെയാണ്. ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് അപ്പോൾ വരയ്ക്കുന്നുണ്ട്. ആൾക്കാരുടെ രോമം എഴുന്നേറ്റിരിക്കുന്നതൊക്കെ വരയ്ക്കും പിള്ളേർ. അപ്പോൾ എന്തായാലും അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആരെ വരയ്ക്കണം എന്നായി ചിന്ത. ഇതെന്തായാലും ഒരു വിപ്ലവകരമായ തീരുമാനമായ സ്ഥിതിക്ക് ഈ വിപ്ലവ നായകൻ ചെഗ്വേരനെ തന്നെ വരയ്ക്കാൻ തീരുമാനിച്ചു. ചെഗ്വേരയുടെ ഒരു പടം ഡൗൺലോഡ് ചെയ്തു. ഞാൻ വര തുടങ്ങി. ഗംഭീര വര. 2-2.5 മണിക്കൂറിൽ എൻ്റെ പടം വര കഴിഞ്ഞു. നേരെ കൊണ്ടുപോയി അമ്മേനെ കാണിച്ചു കൊടുത്തു. അമ്മയുടെ കണ്ണൊക്കെ എന്ന് പറഞ്ഞു. അമ്മ നന്നായിട്ട് മോനെ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ചെറിയ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അമ്മ ചെഗ്വേരനെ കണ്ട് കണ്ണ് പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ നന്നായിട്ട് നീ എത്ര നന്നായിട്ട് വരച്ചിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴും നിർത്തി, എനിക്ക് അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങിയാൽ മുഴുവിപ്പിക്കണ ശീലമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറ്റപ്പെടുത്തി. സംഭവം എനിക്ക് കേട്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നിയോ, ജന്മസിദ്ധമായ എൻ്റെ ഒരു കഴിവ് ഞാൻ പോഷിപ്പിച്ചില്ലല്ലോ, ഇത്ര കാലം അത് കൊണ്ടുപോയി കളഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ആളെ മനസ്സിലായി. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മയ്ക്ക് ഇത് ആളെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല, ആ ചോദ്യം തന്നെ ഇഷ്ടമായില്ല. അമ്മ പറഞ്ഞു ഇത് എന്തപ്പോൾ മനസ്സിലാവേണ്ടത് നമ്മുടെ കൊടകരയിലെ വല്യപ്പനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഈ പടം എടുത്തൊന്ന് നോക്കിയപ്പോൾ സത്യത്തിൽ ഇതിന് ചെഗ്വേരയുടെ ചെറിയ ചായയുള്ളൂ, വല്യപ്പൻ്റെ നല്ല ചായയുണ്ട്. അമ്മ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, ഇടം വല്ലതും നോക്കിയില്ല. വല്യപ്പൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി, ഫാമിലി ഗ്രൂപ്പിൽ. വാട്സപ്പിൽ എനിക്ക് ഗംഭീര പ്രശംസ, കാര്യങ്ങൾ. ഇത് എന്താ നീ ഇങ്ങനെ ഒരു സ്കില്ലുണ്ടായിട്ട് അങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചേക്കണേന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കൾ, അമ്മായിമാരും എല്ലാവരും ഭയങ്കര പ്രോത്സാഹനം. അതിൻ്റെ ഇടയിൽ എൻ്റെ കസിനൊരു പെൺകുട്ടിയുണ്ട്. അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി, ചേട്ടാ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഒരു ഋതിക് റോഷനെ വരച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഋതിക് റോഷൻ്റെ പണി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും അവളെ കാത്തിരിക്കുന്നത് ഒരു രമേഷ് പിഷാരടി ആയിരിക്കും. ഇന്നസെന്റിന്റെ ചെറുപ്പത്തിൽ വേറെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് കഴിവ് ഒരുപാടുണ്ട്. പഠിക്കണേൽ മാത്രമേ കഴിവില്ല. എന്നാലും എനിക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയാം. ഡൽഹൌസി പ്രഭുവിന്റെ പരിഷ്കാരങ്ങൾ, വോൾട്ടയർ, മോണ്ടോസ്ക്യൂ റൂസോ, ഫ്രഞ്ച് വിപ്ലവം ഒക്കെ അറിയാം. അതൊക്കെ എനിക്ക് അതൊക്കെ അറിയാം. വേറെ പടം 50 പ്രാവശ്യം 100 പ്രാവശ്യം ഒക്കെ എഴുതിയതല്ലേ, അങ്ങനെ അറിയാം. പടം വരെയല്ല. ഒരിക്കൽ 9ാം ക്ലാസ്സുകാരും 8ാം ക്ലാസ്സുകാരും തമ്മിൽ പന്ത് കളിച്ചു, ഫുട്ബോൾ. എവിടെ? ഡോൺ ബോസ്കോയിൽ, സ്കൂളിൽ തന്നെ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോൾ ഇങ്ങോട്ട് വന്നു. ആ ബോൾ ഞാൻ എതിർ പോസ്റ്റിൽ ഗോളായത്. എന്നാൽ അന്നത്തെ പോളി മാഷ് എൻ്റെ അയാൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അന്നത്തെ പ്രിൻസിപ്പൾ തമിഴനാണ് അയാൾ, ഡോൺ ബോസ്കോയിൽ. ആ അച്ഛൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അതിന് ശേഷം പിറ്റേ ദിവസത്തെ അസംബ്ലി കൂടുന്നതിന് സമയത്ത് ഇന്നസെൻറ്റ് ഇന്നലെ ഇവിടെ ഉച്ചതിരിഞ്ഞ് കളിച്ചിരുന്നു. വാസ്തവത്തിൽ ഒരു ഗോളിന് തോൽക്കേണ്ടതായിരുന്നു. പക്ഷേ അയാൾ ആ ഇന്നസെൻ്റ് പഠിക്കാൻ മോശമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അയാൾ ആ ബോൾ എങ്ങനെയാണ് അത് പോസ്റ്റിലേക്ക് ഇതാക്കിയത്. മാത്രമല്ല ലോകത്ത് ആകെ 3-4 ആളുകൾ മാത്രമേ അങ്ങനത്തെ ഗോൾ അടിച്ചിട്ടുള്ളൂ. അതിൽ ഞാൻ പെട്ടു. അല്ലെ, സത്യം ഭയങ്കര സംഭവമല്ലേ. എൻ്റെ കണ്ണിലും വെള്ളം നിറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് നിർത്തിയിരിക്കാനാണ് ഇവിടെ അസംബ്ലിയിൽ. എന്നിട്ട് അവസാനം പ്രിൻസിപ്പളും പോളിമാഷും അവർ ചോദിച്ചു, ഇന്നസെൻറ്റ് ഇനി എങ്ങനെയാണ് ആ ബോൾ ഇത് ചെയ്തേ എന്ന് പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ആ ബോൾ എൻ്റെ ഇവിടെ കൊള്ളുന്നു എത്തിയാൽ ഞാൻ ചാടിയതാണ്. അതിന് ഞാൻ ഗോളടിച്ചതൊന്നല്ല, ആ ബോളാണ് അവിടെ പോയി ഗോളായത്. ഇപ്പൊ ഇയാളെ കണ്ടില്ലേ, ചെഗുവരനെ വരച്ചത് വല്യപ്പൻ്റെ അടുത്തേക്കല്ലേ പോയത്. അതല്ല കേസ്. ഇത് ഇങ്ങനെ എത്രയോ സമ്മാനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ഞാനിപ്പോ ക്രിക്കറ്റ് കളിയിൽ, ഞങ്ങളുടെ അവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരുത്തനുണ്ട്, കുട്ടായി എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. ഇവന് ഒരു ടീമിനും വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇവൻ കളിക്കത്തില്ല. വെറുതെ നിന്ന് മുട്ടി ബോൾ വേസ്റ്റ് ആക്കും, എറിഞ്ഞ വൈഡ് പോവും, ക്യാച്ച് വിടും, ബോളും കൊണ്ട് 4ന്റെ ബൗണ്ടറിയിലോട്ട് ഓടും. ഒരു രീതിയിലും ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തവനാണ് ഈ കുട്ടായി. എന്നാൽ കുട്ടായി ക്രിക്കറ്റ് കളി മാറ്റി നിർത്തിയാൽ എല്ലാവരുടെയും നല്ല സുഹൃത്താണ്, എല്ലാ കാര്യത്തിനും വരുന്ന, നമുക്ക് അത്യാവശ്യം വളരെ നല്ല സുഹൃത്താണ്. പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ ഇവൻ മോശമായതുകൊണ്ട് ഒരു ടീമുകാരനും കുട്ടായിനെ വേണ്ട. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് 2 ടീമും കൂടെ ധാരണയായിട്ട് പറഞ്ഞ് നമുക്ക് ഈ കുട്ടായിനെ അമ്പയറാക്കി വെക്കാം. അപ്പോൾ അവനൊരു പ്രാധാന്യമൊക്കെ ഉണ്ട്, തൊപ്പിയൊക്കെ ഇട്ട് കുട്ടായി അവിടെ നിൽക്കുകയും ചെയ്യും, നമുക്ക് കളി നടക്കും. അമ്പയർ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ കുട്ടായിനെ അമ്പയർ നിർത്തി. കുട്ടായിക്ക് നല്ലൊരു പ്രസിഡന്റിന്റെ പവറോടുകൂടി കുട്ടായി അമ്പയറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടായി എന്ന് എല്ലാവരും വിളിക്കാറുള്ളൂ. ഒരുത്തം വന്നൊരു ഒറ്റ ബോൾ എറിഞ്ഞു, അത് വേറെ തൻ്റെ അരക്കിട്ട് കൊണ്ടുപോയി. ഈ ബോൾ എറിഞ്ഞവൻ നേരെ തിരിഞ്ഞിട്ട് ഹൗസ് ദാറ്റ് എന്ന് ചോദിച്ചപ്പോൾ കുട്ടായി ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ ഇയാള് സാർ 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 പ്ലീസ് സാർ
സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പം ഈ കുട്ടാൻ ഇതുവരെ ആരും സാറെന്ന് വിളിച്ചിട്ടില്ല. ഈ സാറ് കേട്ടിട്ട് ഇവൻ ഔട്ട് വിളിച്ചു. അപ്പൊ തന്നെ ഒരു കാര്യമില്ല.